നമ്മളിത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വറുത്തു കോരി വെക്കണം. അതുപോലെ സൈഡിൽ നമ്മുടെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചില്ലി ചിക്കന് വേണ്ടിയിട്ട് സവേളയും ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചു. ഇനി എണ്ണയിലേക്ക് ചിക്കൻ കുറച്ച് കോരി ഇടണം. അങ്ങനെ ഇത് വറുത്ത് കോരി എടുത്ത് മാറ്റിയിട്ട് വേണം ബാക്കി പരിപാടികൾ. ഇത് എന്തിനാണ് എന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാനാണ്. അതിൻ്റെ എന്താണ് ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. എൻ്റെയും മനുമോക്കടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഞങ്ങളൊരു ചെറിയ ബിരിയാണി ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചില്ലി ചിക്കനും ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിരിയാണിക്കുള്ള റൈസ് മനുമോള് റെഡിയാക്കി മാറ്റി ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അതിനുശേഷം ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് മനുമോളാട്ടോ. ചില്ലി ചിക്കൻ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയത് ദം ചെയ്യാണ്. ചോറ് അതിൻ്റെ മേളിൽ ഇച്ചിരി നെയ്യ് ഒഴിക്കണ്ടേ? അല്ല, ഞാൻ മറ്റേ ദിലീപിൻ്റെ സിനിമയിലെ പോലെ കേട്ടോ, ചൂട് എടുക്കണോണ്ട് ഷർട്ട് ഇടാണ്ട് ഇത് ഇട്ടേക്കണം. ആരും തെറ്റിദ്ധരിക്കണ്ട, നല്ല ചൂടാണ്. അതുകൊണ്ട് ദിലീപിൻ്റെ സിനിമയിൽ എന്നിട്ട് അവൻ്റെ പേരാവോ അവൻ നിൽക്കണ പോലെ. നെയ്യ് ഒഴിക്കണ്ടേ? ഇവിടെ കിച്ചണിൽ എക്സോസ്റ്റ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഒരു ഡിസ്റ്റർബൻസ് സൗണ്ടിൽ വരുന്നുണ്ട് വോയിസിൽ. ഇതാട്ടോ നെയ്യ് ഗീ നമ്മുടെ നാട്ടിൽ മതിയോ? നമ്മുടെ ഇതെടുക്കുക, എസൻസ് ഒഴുകി. എസൻസ് ലാസ്റ്റ് സൈഡിൽ കൂടെ ഒഴിച്ചാൽ മതി, ഓരോ ലെയറിൽ ഒഴിക്കണ്ടല്ലോ. താഴെ പോകില്ല, പകുതി താഴെ പോകും. വലിയ പരിപാടിയൊന്നുമല്ല. ആകെ അജില് വരും, പിന്നെ റോയിഷായനും സിജിലും കൊച്ചുങ്ങളും ഉണ്ടാവും, പിന്നെ ഓറഞ്ചിൽ നിന്ന് നമ്മുടെ ജസ്നയും സുയിത്തും കൊച്ചും വരും. ചുമ്മാ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നല്, എന്നാ പിന്നെ അങ്ങ് ആഘോഷിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ ഇട്ടിട്ട് മനു ആകെപ്പാടി കൂടി കുത്തി ഇളക്കി മിക്സ് ചെയ്യാണ്. അതിൻ്റെ മസാലയ്ക്ക് എല്ലാവിടെയും ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, അത് അനുകരിച്ച് ബിരിയാണി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ കൊളായി പോകും. നമ്മളങ്ങനെ ചിക്കൻ വറുത്ത് കോരി ഇനിയിപ്പോൾ നമ്മൾ ബാക്കി അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ പാടുണ്ടോ. ആദ്യമായിട്ട് പറയാനൊന്നും നമുക്ക് അറിയില്ല, ഷെഫ് അല്ലാത്തതുകൊണ്ട്. തൊപ്പിയില്ലാത്ത ഷെഫാണ്. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ, അതിതാണ്. അങ്ങനെ സവേളയും ഇതൊക്കെ ഇട്ടു. ശരി, അതിപ്പോൾ പണിയില്ല, വേറെ പാത്രമില്ലല്ലോ. മറ്റേതിൽ നിന്നിട്ട് നമുക്ക് ചിക്കൻ അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്തേക്ക് സവേളൊക്കെ വരട്ടിയിലേക്ക് കോൺഫ്ലോറും കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് ഒഴിച്ചു. അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ടേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ആഡ് ചെയ്യണം. അങ്ങനെ അത് ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ കേട്ടോ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ചെറു തീയിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് എനിക്ക് തന്നെ വയൽ വെള്ളം വന്നു. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്തിട്ട് അതും കൂട്ടി ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജായി. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇതിനെ മാറ്റാം.
ഇതാട്ടോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് മുറിക്കാനുള്ള കേക്ക്. അപ്പു ഡെക്കറേറ്റ് ചെയ്താണ് സ്ട്രോബെറി വെച്ചിട്ട് ഈ നടുക്ക്. കിട്ടി കിട്ടി കൊറേ എടുത്തു എല്ലാരും ഇവിടെ നോക്കിക്കോയെ. 3 സുജിതങ്ങളെ ഇവിടെ. ആ ഓക്കെ 3, 2, 1 ഫോട്ടോ. രണ്ടും ഉണ്ട്. എടുത്തു. എടുത്തു. കിട്ടി എല്ലാം കിട്ടി. വേണ്ട എനിക്ക് വേണ്ട, എനിക്കിഷ്ടല്ല. ഞാൻ വരില്ല, ഞാൻ ക്യാമറമാനാ, ഞാൻ ഫ്രണ്ടിൽ വരില്ല.